ഹായ് ഹലോ കൂട്ടുകാരെ, പത്തരമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശിനോട് നയന പല പ്രാവശ്യം പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടും ആദർശ് ഒന്നും വിട്ടു പറയുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് തന്നെ ശല്യപ്പെടുത്താതെ ഇറങ്ങിപ്പോകാനും നയനയോട് ആദർശ് പറയുന്നു. ഇതേസമയം നന്ദുവിനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് അനി. അവൻ പല പ്രാവശ്യം ഫോൺ ചെയ്തെങ്കിലും അവൾ ഫോൺ എടുക്കുന്നില്ല. പക്ഷേ നന്ദുവിനും അനിയെ നന്നായി മിസ് ചെയ്യുന്നുണ്ട്. ഈ സമയമാണ് നവ്യയും അമ്മയും അച്ഛനും കൂടി നന്ദുവിനെ ഫോൺ ചെയ്തത്. മകളെ പിരിഞ്ഞ വിഷമത്തിൽ കനക കരഞ്ഞുപോയി. എന്തായാലും ട്രെയിനിങ് നന്നായി ചെയ്ത് തിരിച്ചു വരാൻ നവ്യ നന്ദുവിനോട് പറഞ്ഞ് ഫോൺ വെച്ചു. ഇതേസമയം ജ്വല്ലറിയിൽ കള്ളക്കടത്ത് സ്വർണം കൊണ്ട് ആഭരണമുണ്ടാക്കി വിറ്റ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ആദർശിന്റെ ഓഫീസിലെത്തിയിരിക്കുകയാണ് പോലീസ്. എന്തെങ്കിലും സൂചന കിട്ടിയാൽ ഉടൻ തന്നെ അറിയിക്കാമെന്ന് ആദർശ് പോലീസിനോട് പറയുന്നുണ്ട്. എന്നാൽ ഈ അന്വേഷണം എങ്ങനെയെങ്കിലും വഴിതിരിച്ചു വിടണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അഫി. ഇതിനുവേണ്ടി തൻ്റെ കൂടെ കള്ളക്കടത്ത് സ്വർണം വിൽക്കാനായി നിന്ന ആളോട് സത്യം പുറത്തു പറയരുതെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. കൂടാതെ പോലീസിലെ ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥനെ വിളിച്ച് എങ്ങനെയെങ്കിലും അന്വേഷണം നീട്ടിക്കൊണ്ടു പോകാനും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്നാൽ വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് അഫിക്ക് നല്ല പേടിയുണ്ട്. മൂർത്തി മുത്തശ്ശനും വീട്ടുകാർക്കും അഫിയെ സംശയമുണ്ടെങ്കിലും ഇതുവരെയും അഫി പിടിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അഫിയാണിതിന് പിന്നിലെന്ന് അമ്മ ജലജയ്ക്ക് ഉറപ്പായിട്ടുണ്ട്. അവൻ അമ്മയുടെ മുമ്പിൽ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. എങ്ങാനും ഈ കേസിൽ അഫി പിടിക്കപ്പെട്ടാൽ ജ്വല്ലറിയിൽ നിന്ന് മാത്രമല്ല വീട്ടിൽ നിന്ന് പോലും പുറത്താക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എങ്ങനെയെങ്കിലും അഫിയെ രക്ഷിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ജലജയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.